പ്രിയപ്പെട്ട കുട്ടികളെ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൊഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ ആദ്യം ഫസ്റ്റ് ഇയറിൻ്റെ ഒരു ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്റർ പെട്ടെന്ന് അതിൻ്റെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു മൊഡ്യൂളിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഇത് മുമ്പ് പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ഒന്ന് റിവിഷന് വേണ്ടിയിട്ടാണ് ഈ പാർട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ സമയം കൊണ്ട് ഇതിൻ്റെ തിയറി കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മൾ പഠിച്ചത്? ആദ്യം പഠിച്ചത് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്, പിന്നെ ഗ്യാസ് ലോസ്, ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ്, ലിക്വിഡ് സ്റ്റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. നോക്കണേ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ആദ്യം എന്തായിരുന്നു മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. എന്നിട്ട് ഈ മാറ്ററിനെ നമ്മൾ ഫിസിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ട് കാര്യമായിട്ട് ക്ലാസിഫൈ ചെയ്തു: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ദെൻ ഇതിനാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഇനിയുണ്ട് ഫോർത്ത് സ്റ്റേറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, ഫിഫ്ത്ത് സ്റ്റേറ്റ് ഉണ്ട്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, പിന്നെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കാര്യമായിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമ്മളിതിനെ വിളിക്കും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇനി അടുത്ത് നമ്മൾ ഈ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ കാര്യമായിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്നുള്ളതാണ്. നമുക്ക് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സിൽ നമ്മൾ ഒന്നാമത്തെ ഡൈപോൾ ഇൻ്ററാക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് HCl എന്നുള്ളത് ഒരു പോളാർ മോളിക്യൂൾ, അടുത്ത HCl ഒരു പോളാർ മോളിക്യൂൾ. ഈ രണ്ട് പോളാർ മോളിക്യൂൾസും കൂടി തമ്മിലുള്ള അട്രാക്ഷൻ നമുക്ക് പേര് പറയാം. അട്രാക്ഷനെ നമുക്ക് വിളിക്കാം ഡൈപോൾ ഇൻ്ററാക്ഷൻ. എക്സാമ്പിൾ HCl SO2. അപ്പോൾ ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾ പൊസസിങ് പെർമനന്റ് ഡൈപോൾ മൊമെൻറ്റ്, ഇതാണ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. നിങ്ങൾ എൻട്രൻസിന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഫോർ സ്റ്റേഷനറി പോളാർ മോളിക്യൂൾ ദെൻ ഇൻ്ററാക്ഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R⁻³ എന്നാണ്, ഓർക്കണേ ഇത്. അതേപോലെ ഫോർ റൊട്ടേറ്റിംഗ് പോളാർ മോളിക്യൂൾ ഗേഷ്യസ് സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ഇൻ്ററാക്ഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R⁻⁶. ഇത് പലപ്പോഴും എക്സാമിന് വരാറുണ്ട്. ഇനി രണ്ടാമത്തെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. എപ്പോഴാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക? ഒരു പോളാർ മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളും. ഈ പോളാർ മോളിക്യൂളിൻ്റെ അടുത്തേക്ക് നോൺ പോളാർ മോളിക്യൂൾ വരുമ്പോൾ അതിൽ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ പിന്നെ അട്രാക്ട് ചെയ്യും. അതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇൻട്രാക്ഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R⁻⁶ ആണ്. നേരത്തെ പോലെ രണ്ട് കണ്ടീഷനില്ല, ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സ്. ശരിക്കും ഇത് ആദ്യം പറഞ്ഞ ഡൈപോൾ അട്രാക്ഷനേക്കാളും കുറവായിരിക്കും. ഇനി മൂന്നാമത്തത് ഡിസ്പെർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാൽ ഒന്നുകൂടി പറയാം. നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്ക്, രണ്ട് നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പെർഷൻ ഫോഴ്സ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ടെമ്പററി ഡൈപോൾ. ഇതൊരു മോളിക്യൂള് ഒരു മൊമെന്റിലേക്ക് ഡൈപോൾ ആവും, അപ്പോൾ അടുത്ത മോളിക്യൂളിനെ ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആക്കി മാറ്റും. ഇവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. എക്സാമ്പിൾ ഹൈഡ്രജൻ, നൈട്രജൻ, ഹീലിയം, നിയോൺ എക്സെട്ര. ഇവിടെ ഇതേപോലെ ഇൻ്ററാക്ഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R⁻⁶ ആണ്. അപ്പോൾ മൂന്ന് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് ഡൈപോൾ, രണ്ട് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, മൂന്ന് ഡിസ്പെർഷൻ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. ഇതിലേറ്റവും ഫോഴ്സ് കൂടുതലുള്ളതായിരിക്കും ഏറ്റവും കൂടുതലുള്ളത് ആദ്യം പറഞ്ഞ ഡൈപോൾ, പിന്നെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, മൂന്നാമത്തെ ഡിസ്പെർഷൻ ഫോഴ്സ്. ഇനി ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ മൂന്നെണ്ണത്തിനെയും കൂടി വിളിക്കുന്ന പേരാണ് വാണ്ടർവാൾസ് ഫോഴ്സസ്. ഡൈപോൾ, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ആൻഡ് ഡിസ്പെർഷൻ ഫോഴ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് വാണ്ടർവാൾസ് ഫോഴ്സ്. ഇനി അടുത്താണ് എന്താണ് തെർമൽ എനർജി? എനർജി ഓഫ് എ ബോഡി റിസൾട്ടിംഗ് ഫ്രം മോഷൻ ഓഫ് ഇറ്റ്സ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ. അപ്പോൾ തെർമൽ എനർജി ഏതിനാ കൂടുതൽ ഉണ്ടാവുക? നമുക്ക് നോക്കാം. തെർമൽ എനർജിയും വാണ്ടർവാൾസ് ഫോഴ്സും. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്തിനാ ശ്രമിക്കുന്നത്? ഹോൾഡ് മോളിക്യൂൾസ് ടുഗദർ. അതേസമയം തെർമൽ ഇൻട്രാക്ഷനോ
കീപ് മോളിക്യൂൾ അപ്പാർട്ട്. സോളിഡിൻ്റെ കേസിൽ തെർമൽ എനർജി കുറവാണ്, ഗ്യാസിന് കൂടുതലാണ്. പക്ഷേ അട്രാക്റ്റീവ് ഫോഴ്സോ സോളിഡ്സിന് കൂടുതലാണ്, ഗ്യാസിന് കുറവായിരിക്കും. ഓക്കെ, ദെൻ ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. എന്തൊക്കെയാണ് ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത? ക്യാൻ ബി കംപ്രസ്ഡ് ടു ലാർജ് എക്സ്റ്റെൻറ്റ്, നമുക്ക് നന്നായിട്ട് കംപ്രസ് ചെയ്യാം. പിന്നെ എക്സേർട്ട് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ, much less denser than solids and liquids, does not have any shape and volume, mixes evenly and completely in all proportion, negligible intermolecular force of attraction. ഇത്രയാണ് ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് ഗ്യാസ് ലോസ്. ഈ ഗ്യാസ് ലോസിൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, അതേപോലെ ഗേ-ലുസാക്സ് ലോ, അവോഗാഡ്രോസ് ലോ, ഡാൾട്ടൺസ് ലോ ഒക്കെ പഠിക്കാനുള്ളത്. എന്താ ബോയിൽസ് ലോ പറയുന്നത്? നിങ്ങൾക്ക് അറിയുന്ന എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോള്യം എന്നാണ്. ഇവിടുന്ന് കിട്ടുന്ന ഇക്വേഷനാണ് P1 V1 ഈക്വൽ ടു P2 V2. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തിയറി പാർട്ട് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് പാർട്ട് ബോയിൽസ് ലോയുടെ ഗ്രാഫാണ്. ഇവിടെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ആ ഗ്രാഫിനെ ഐസോതേം എന്നാണ് വിളിക്കുന്നത്. നോക്കൂ, ഇവിടെ പ്രഷർ അഗെയിൻസ്റ്റ് വോള്യം ഗ്രാഫാണ്. പ്രഷർ കൂടുമ്പോൾ വോള്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. പ്രഷർ കൂടുമ്പോൾ വോള്യം കുറയുന്നു. ഇത് 3 ഗ്രാഫുകളുണ്ട്. അന്നേരം ടെമ്പറേച്ചർ T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1. ഇതെങ്ങനെ കിട്ടുക എന്നുള്ള നമുക്ക് വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അന്നേരം അതിലേക്ക് വരാം. ഓക്കെ, ഇത് അടുത്ത ഗ്രാഫ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഐസോതേം തന്നെ, ബോയിൽസ് ലോയുടെ ഗ്രാഫ് തന്നെ. പ്രഷർ അഗെയിൻസ്റ്റ് 1 വോള്യം ഗ്രാഫാണ്. ആ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടുക. ഓർത്ത് വെക്കണേ ഈ ഗ്രാഫുകൾ. നെക്സ്റ്റ് ഗ്രാഫ് വരുന്നത് ഐസോതേം പി വി അഗെയിൻസ്റ്റ് പി ഗ്രാഫാണ്. പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഗ്രാഫ് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും ഈ ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ ബോയിൽസ് ലോയുടെ 3 ഐസോതേം ഗ്രാഫുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ചാൾസ് ലോ. എന്തായിരുന്നു ചാൾസ് ലോ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് pressure, volume of a given mass of gas is directly proportional to its absolute temperature എന്നാണ്. എങ്ങനെ ഇക്വേഷന്? V directly proportional to T or V by T equal to constant എന്ന് വേണം കേട്ടോ ഇവിടെ. or V1 by T1 equal to V2 by T2. ഇനി ചാൾസ് ലോയുടെ വേറെ സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. ഇതെല്ലാവരും ഒന്ന് കാണാതെ പഠിക്കണേ. ചാൾസ് ലോ can also be stated as at constant pressure volume of a given mass of gas increases or decreases by 1/273.15 of its volume at 0 degree for every 1 degree centigrade rise or fall in temperature. ഇങ്ങനെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ NCERT ടെക്സ്റ്റിലുണ്ട്, ഒന്ന് നോക്കി പഠിക്കണം. എൻട്രൻസിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വി ടി ഈക്വൽ ടു ആണ് ഇവിടെ വരുന്നത്. വി ടി ഈക്വൽ ടു V0 പ്ലസ് V0 ബൈ 273.15 ഇൻറ്റു ടി എന്നാണ്. ഇത് പറയുന്നത്, ഈ ഇക്വേഷൻ പറയുന്നത് പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോഴും എത്രയാണ് വോള്യം കൂടുന്നത്? അതിൻ്റെ 0 ഡിഗ്രിയിലുള്ള വോള്യം ഡിവൈഡഡ് ബൈ 273.15 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ അതിൻ്റെ ഗ്രാഫ്, ചാൾസ് ലോയുടെ ഗ്രാഫ് നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് പറയുന്ന പേര് ഐസോബാർ എന്നാണ്. ഓക്കെ, വോള്യം അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ. ഇവിടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നത്. ഈ ഗ്രാഫ് നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്യാണ്. ഇങ്ങോട്ട് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്തപ്പോൾ ഇവിടെ -273.15 ഈ ഗ്രാഫുകളൊക്കെ നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ വോള്യം ഓഫ് എ ഗ്യാസ് ഈസ് അസ്യൂംഡ് ടു ബി 0 ആണ്. ഈ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് 0. ഓക്കെ, ഇതാണ് തിയററ്റിക്കലി ലോവസ്റ്റ് അറ്റൈനബിൾ ടെമ്പറേച്ചർ. ഏതാണത്? -273.15 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതാണ് ചാൾസ് ലോയുടെ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. ഐസോതേം. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താ -273.15 ഡിഗ്രി സെൽഷ്യസിന്റെ പ്രത്യേകത? അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. അന്നേരം വോള്യം ഓഫ് എ ഗ്യാസ് ഈസ് അസ്യൂംഡ് ടു ബി 0. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ലോ ഗേ-ലുസാക്സ് ലോ. എന്താ ഗേ-ലുസാക്സ് ലോ പറയുന്നത്? കോൺസ്റ്റന്റ് വോള്യം ആണെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന്. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇക്വേഷൻ കിട്ടുക P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T ഓർ P ബൈ T കോൺസ്റ്റന്റ് ആണ്. ഓർ P1 ബൈ T1 ഈക്വൽ ടു P2 ബൈ T2 എന്നാണ് കിട്ടുന്നത്. ഇവിടെ ഗ്രാഫിന്റെ പേരെന്തായിരിക്കും? ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്? വോള്യം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഐസോകോർ. നേരത്തെ ഐസോതേം എന്ന് പറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ഐസോബാർ എന്ന് പറഞ്ഞപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ്, ഐസോകോർ എന്ന് പറയുമ്പോൾ വോള്യം കോൺസ്റ്റന്റ്. ഗ്രാഫ് ഇവിടെ ഉണ്ട്. പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഒക്കെ ഗ്രാഫ്. ഈ ഗ്രാഫുകളൊക്കെ
അതൊക്കെ ശ്രദ്ധിക്കണ ചോദ്യം വരുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അവോഗാഡ്രോസ് ലോ. ഓക്കെ, എന്താണ് അവോഗാഡ്രോസ് ലോ? Under the same conditions of temperature and pressure, equal volumes of all gases contains equal number of molecule. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നതാണ് V directly proportional to N. അപ്പോൾ നമ്മൾ പഠിച്ച ഗ്യാസ് ലോസ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അതേപോലെ ഗേലുസാക്സ് ലോ, അവോഗാഡ്രോസ് ലോ. ഇവിടെ നിന്നാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. PV = nRT. R എന്നുള്ളത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ ഒരു ഗിവൺ ഗ്യാസിന് നമുക്ക് ഗിവൺ മാസ് ഓഫ് ഗ്യാസ് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. P1 V1/T1 = P2 V2/T2. ഈ ഇക്വേഷൻ നമ്മൾ പേര് പറയും കമ്പൈൻഡ് ഗ്യാസ് ലോ. ഇനി അടുത്ത് നമ്മൾ ഈ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ, അതായത് ആർ എന്നുള്ളത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു. ഈ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ പറഞ്ഞിരുന്നു ഇക്വേഷൻ ഇതായിരുന്നു, PV = nRT ആണ് നമ്മൾ പഠിച്ചത്. ഇവിടുന്ന് R then PV/NT ആണ്. PV/NT. ഇത് വെച്ചിട്ട് നമുക്ക് ദെൻ ആറിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. 1 മോൾ ഗ്യാസിന് ദെൻ ഒക്കെ STPയിൽ വോള്യൂം 22.4 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. നിങ്ങളത് പഠിച്ചു വെക്കണം. ഈ വാല്യൂസ് ഒരിക്കൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാണ്, ദെൻ ആറിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രഷറിൻ്റെയും വോള്യത്തിൻ്റെയും യൂണിറ്റ്സിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ, 0.0831 ബാർ ഡെസിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ലിറ്റർ, Kelvin inverse, mole inverse, 8.314 into 10⁻⁷ erg per Kelvin per mole, 8.314 joule per Kelvin per mole, 1.99 calorie per Kelvin per mole. ഇത് 2 നാക്കി എടുക്കാറുണ്ട് ഒബ്ജക്റ്റീവിലൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. തെർമോഡൈനാമിക്സിലൊക്കെ പലപ്പോഴും ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതേപോലെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ഇക്വേഷനാണ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൻസിറ്റി = PM/RT എന്നാണ്. P പ്രഷർ, M മാസ്, R ദെൻ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ലോ ആണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്തായിരുന്നു ഡാൾട്ടൺസ് ലോ? നമ്മൾ പറയുന്നത് ഒരു കണ്ടെയ്നറിൽ ഡിഫറെൻറ്റ് ഗ്യാസസ്, നോൺ റിയാക്ടിങ് ഗ്യാസ് ഉണ്ടെങ്കിൽ ടോട്ടൽ പ്രഷർ ഈസ് ദി സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ്. അതാണ് ഡാൾട്ടൺസ് ലോ. ഒന്ന് വായിക്കണേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് 2 or more നോൺ റിയാക്ടിങ് ഗ്യാസസ് enclosed in a definite volume is equal to sum of partial pressures of individual gases. P total = P1 + P2 + P3 ആണ്. ഇനി എന്താ പാർഷ്യൽ പ്രഷർ? ഇവിടുന്ന് ദെൻ ഈ ഇക്വേഷൻ നേരെ എഴുതി കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് = മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻറ്റു P ടോട്ടൽ. നമുക്ക് ആവശ്യമുള്ളൊരു ഇക്വേഷനാണ് ഇത്. ഓർക്കണേ, പാർഷ്യൽ പ്രഷർ = മോൾ ഫ്രാക്ഷൻ ഇൻറ്റു P ടോട്ടൽ. ഇവിടുന്ന് കിട്ടുന്ന ഇക്വേഷനാണ്. ഇനി ഈ ഡാൾട്ടൺസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഡാൾട്ടൺസ് ലോ നോൺ റിയാക്ടിങ് ഗ്യാസസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. 2 ഗ്യാസ് റിയാക്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മൾ ചില ഗ്യാസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാറ് വാട്ടറിൻ്റെ മുകളിലാണ്. അന്നേരം നമ്മൾ പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പ്രഷർ ഓഫ് മോയിസ്റ്റ് ഗ്യാസ് മൈനസ് അക്വസ് ടെൻഷൻ ചെയ്യണം. എന്താ അക്വസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ? എന്താ? പ്രഷർ ഡ്യൂ ടു വാട്ടർ വേപ്പറിന് പറയുന്ന പേരാണ് അക്വസ് ടെൻഷൻ. ഓക്കെ, അതൊരു ഗിവൺ ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അങ്ങനെയാണ് ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. പ്രഷർ ഓഫ് മോയിസ്റ്റ് ഗ്യാസ് മൈനസ് അക്വസ് ടെൻഷൻ. ഇനി അടുത്ത നമ്മൾ ചിലപ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റിൽ കാണാത്തൊരു ടോപ്പിക് ആയിരിക്കും. അത് എൻട്രൻസ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. എന്താ ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഹൈ പ്രഷറിൽ ഇപ്പോൾ ഗ്യാസ് ഇങ്ങനെ ഒക്കെ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എഫ്യൂഷൻ ആട്ടോ, ഹൈ പ്രഷറിന് പുറത്തേക്ക് പോകുന്നത്. ഇനി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക, നമ്മൾ തുറന്നു വെച്ചാൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യുമല്ലോ, ഡിഫ്യൂഷൻ. ആ ഡിഫ്യൂഷൻ അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓർ എഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദെയർ ഡെൻസിറ്റി എന്ന ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷന്. ദെൻ ഇവിടുന്ന് R1/R2 = √D2/D1. ഈ ഡെൻസിറ്റി എന്നുള്ളത് മോളാർ മാസിന് പ്രൊപ്പോർഷണലാണല്ലോ. അപ്പോൾ R1/R2 = √M2/M1. നമുക്കത് ആവശ്യമുള്ള ഇക്വേഷനാണ്. ഇതോടെ നമുക്ക് പ്രോബ്ലംസ് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഐഡിയൽ ഗ്യാസിന്
കൈനറ്റിക് മോളിക്യൂൾ, നമ്മൾ ഐഡിയൽ ഗ്യാസ് ലോസ് ഒക്കെയാണ് പഠിച്ചത്. ഇത് നമുക്ക് പഠിക്കാനുള്ള കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അതായത് ഈ ഗ്യാസ് ലോസിന് ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. മാക്സ്വെൽ, ബോൾസ്മാൻ, ക്ലോഷ്യസ് എന്നൊക്കെ പറഞ്ഞ സയൻറ്റിസ്റ്റ്, ആ തിയറിയിൽ കുറേ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അതാണ് ഇനി പറയാനുള്ളത്. ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾ കാൾഡ് മോളിക്യൂൾ. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനൊക്കെ പഠിച്ചു. അത് എക്സ്പെരിമെൻ്റൽ കുറേ ഒബ്സർവേഷനൊക്കെ വരുന്ന ഗ്യാസ് ലോസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിനൊരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ് കുറച്ച് സയൻറ്റിസ്റ്റ്, മാക്സ്വെൽ, ബോൾസ്മാൻ, ക്ലോഷ്യസ് എന്നൊക്കെ പറഞ്ഞ സയൻറ്റിസ്റ്റ്. ആ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ പറയുന്ന പേരാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് മോഡൽ ഓഫ് ഗ്യാസ് എന്നൊക്കെ പറയും. എന്താണ് ഈ കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ്? ദെൻ കുറേ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അതിൽ പറയുന്നതാണ് ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വെരി ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് കാൾഡ് മോളിക്യൂൾ. then അടുത്ത് actual volume of a molecule is extremely small or negligible when compared to the total volume occupied by the gas. അടുത്ത് molecules are always in random rapid motion. During their motion they collide with each other and with walls of the container. അടുത്ത് pressure of a gas is due to collision of molecules on the walls of the container. then അടുത്തത് collisions of the molecules are elastic, perfectly elastic. That is, there is no net loss or gain of kinetic energy. ഇനി അടുത്ത് പറയുന്നതാണ് there is no attractive force or repulsive force between gas molecule. Last one, average kinetic energy of the molecule is directly proportional to absolute temperature. ഇതൊക്കെയാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഈ കാര്യങ്ങളൊക്കെ. ദെൻ അടുത്ത് വരുന്നത് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? PV is equal to nRT എന്നുള്ള ഇക്വേഷൻ അറ്റ് ഓൾ കണ്ടീഷൻസിൽ ഒബേ ചെയ്യുന്ന ഗ്യാസിനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു ഗ്യാസും എല്ലാ കണ്ടീഷനിലും ഈ PV ഈക്വൽ ടു nRT ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസും ഇല്ല. അവരൊക്കെ നമ്മൾ പറയുന്ന പേരാണ് റിയൽ ഗ്യാസ്. ഈ റിയൽ ഗ്യാസ് ദെൻ എന്തുകൊണ്ടാണ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ട് റോങ് അസംഷൻ ഉണ്ട് കൈനറ്റിക് തിയറിയിൽ. ഏതൊക്കെയാണ് ആ രണ്ട് റോങ് അസംഷൻ? ഒന്ന്, വോള്യൂം ഓഫ് എ മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ എന്ന് പറഞ്ഞത് എപ്പോഴും കറക്റ്റ് അല്ല. കാരണം പ്രഷർ വളരെ കുറക്കുമ്പോൾ ഗ്യാസ് ഒന്നിച്ച് കംപ്രസ് ചെയ്യും. അന്നേരം നമ്മൾ ടോട്ടൽ വോള്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ വോള്യൂം നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റൂല. അതേപോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നെഗ്ലിജിബിളാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അത് പ്രഷർ വളരെ കുറവാണെങ്കിൽ മോളിക്യൂൾസ് ആർ ഫാർ അപ്പാർട്ടായിരിക്കും, അപ്പോൾ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. പക്ഷെ പ്രഷർ കൂടുമ്പോൾ മോളിക്യൂൾസ് അടുത്തേക്ക് വരും, അന്നേരം നമുക്ക് അട്രാക്റ്റീവ് ഫോഴ്സും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് റോങ് അസംഷൻ? ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞതും വോള്യൂം നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഈ രണ്ട് റോങ് അസംഷനാണ് ദെൻ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഇനി എപ്പോഴാണ് ഈ ഡീവിയേഷൻ വരുന്നത്? കാര്യമായിട്ട് ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമാണ്. അപ്പോൾ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. അപ്പോൾ എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുക? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. നോക്കൂ, ഗ്യാസസ് ടെൻസ് ടു ഒബേ ഐഡിയൽ ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇതൊക്കെ പഠിച്ചോണം, എക്സാമിന് ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി അടുത്തത്, നമ്മൾ ഈ റിയൽ ഗ്യാസിൻ്റെ ഡീവിയേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേം ഉണ്ടാക്കിയിരുന്നു, കംപ്രസിബിലിറ്റി ഫാക്ടർ Z. എന്താ കംപ്രസിബിലിറ്റി ഫാക്ടർ? PV by nRT. ഓക്കെ, ദെൻ ഓർ Z ഈക്വൽ ടു V റിയൽ ഡിവൈഡഡ് ബൈ V ഐഡിയൽ. ഈ റേഷ്യോയെ നമ്മൾ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്നാണ് പറയുക. ഇത് നോക്കൂ, ഐഡിയൽ ഗ്യാസിന് PV ഈക്വൽ ടു nRT ആണ്. അപ്പോൾ PV by nRT ഈക്വൽ ടു 1 ആയിരിക്കും ഐഡിയൽ ഗ്യാസിന്, ഓർ Z ഈക്വൽ ടു 1. പക്ഷെ റിയൽ ഗ്യാസിന് Z-ൻ്റെ വാല്യൂ എന്തായിരിക്കും? PV നോട്ട് ഈക്വൽ ടു nRT ആണ്, സോ Z നോട്ട് ഈക്വൽ ടു 1 ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പോകാം നിങ്ങൾക്ക് വേണമെങ്കിൽ. എൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കൂ, Z ഈക്വൽ ടു PV by nRT അഗെയിൻസ്റ്റ് പ്രഷർ. ഇവിടെ Z 1 ആണ്, ഇതാണ് ഐഡിയൽ ഗ്യാസ്. ഹൈഡ്രജൻ ഇങ്ങനെ ഗ്രാഫ് കിട്ടി, Z ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി അതേസമയം ഓക്സിജൻ ആദ്യം താഴേക്ക് വന്നിട്ട് ലെസ് ദാൻ 1, പിന്നെ ഗ്രേറ്റർ ദാൻ 1 ആവുന്നു. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ. ഈ ഗ്യാസ് ഒന്നും ഐഡിയൽ ബിഹേവിയർ ഒബേ കാണിക്കുന്നില്ല ഈ ഹൈ പ്രഷറിലൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് ഇവരൊക്കെ നമ്മൾ റിയൽ ഗ്യാസ് എന്നാണ് പറയുന്നത്. സോ ഓക്കെ, റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യുക? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഇനിയും നമ്മൾ ഈ റിയൽ ഗ്യാസിന് PV നോട്ട് ഈക്വൽ ടു nRT ആണ്. അന്നേരം റിയൽ ഗ്യാസിന് നമ്മളൊരു ഇക്വേഷൻ കൊടുക്കുന്നത് വാണ്ടർവാൾസ് ഇക്വേഷനാണ്. ഇക്വേഷൻ ഇതാണ്, P + AN²/V² × V - NB ഈക്വൽ ടു nRT. ഇക്വേഷനെ പറയുന്ന പേരാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ.
പി എന്നുള്ളത് പ്രഷർ, ദെൻ ഓക്കെ എയും ബിയും വാണ്ടർവാൾസ് കോൺസ്റ്റൻ്റ് ആണ്. എൻ നമ്പർ ഓഫ് മോള്, വി വോള്യം, ദെൻ ഓക്കെ ആറ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ടെമ്പറേച്ചർ. എ ആൻഡ് ബി ആർ കോൾഡ് വാണ്ടർവാൾസ് ഇക്വേഷൻ, വാണ്ടർവാൾസ് കോൺസ്റ്റൻറ്റ്. AN²/V² പ്രഷർ കറക്ഷൻ എന്നും എൻ ബിയെ നമ്മൾ വിളിക്കും വോള്യം കറക്ഷൻ എന്നും പറയും. ഓക്കെ, ദെൻ ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് എ എന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞാൽ ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഗ്യാസ് നമുക്ക് ലിക്വിഫൈ ചെയ്യാം. എങ്ങനെയാണ് പറഞ്ഞത്? എ ഇസ് എ മെഷർ ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾ. എയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. ആ ഗ്യാസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഫൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ഇനി അടുത്ത് ദെൻ എന്താ എയുടെ യൂണിറ്റ് എങ്ങനെയാണ് കാണുക? നിങ്ങൾ എയുടെ യൂണിറ്റ് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ AN²/V² എന്നുള്ളത് പ്രഷർ കറക്ഷൻ ആണല്ലോ. അപ്പോൾ AN²/V² യൂണിറ്റ് എന്തായിരിക്കും? പ്രഷറിൻ്റെ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ എയുടെ യൂണിറ്റ് എങ്ങനെയാണ് കാണുക? അറ്റ്മോസ്ഫിയർ. ഇതിങ്ങോട്ട് പോകുമ്പോൾ ലിറ്റർ സ്ക്വയർ, ഇത് താഴേക്ക് μ⁻² എന്ന് വരും. അപ്പോൾ എന്താണ് എയുടെ യൂണിറ്റ്? എന്താ കിട്ടിയത്? അറ്റ്മോസ്ഫിയർ ലിറ്റർ സ്ക്വയർ μ⁻². അതേപോലെ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ദെൻ ഇഫക്റ്റീവ് സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂളിനാണ് പറയുന്നത്. ബി അതിനെ കോ വോള്യം എന്നൊക്കെ പറയാറുണ്ട്. പോട്ടെ, ദെൻ ഇനി അവിടെ നമ്മൾ എവിടെയാണ് നമ്മൾ വാണ്ടർവാൾസ് ഇക്വേഷനിൽ എങ്ങനെയാണ് വന്നിരുന്നത്? എൻ ബി ആണ് വോള്യം കറക്ഷന്. അപ്പോൾ എൻ ബിയുടെ വോള്യം, എൻ ബിയുടെ യൂണിറ്റ് ലിറ്റർ ആണെങ്കിൽ ബിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ലിറ്റർ മോൾ ഇൻവേഴ്സ്. അപ്പോൾ പഠിക്കണ വാണ്ടർവാൾസ് കോൺസ്റ്റന്റ് എയും ബിയും. എ എന്നുള്ളത് അട്രാക്റ്റീവ് ഫോഴ്സും ബി എന്നുള്ളത് വോള്യം ഓഫ് മോളിക്യൂളും. എയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഗ്യാസിനെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് എന്തായിരുന്നു ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ദെൻ ഈ ബോയിൽ ടെമ്പറേച്ചറിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ബിഹേവ്സ് ലൈക്ക് ഐഡിയൽ ഗ്യാസ് ഓർ എൻ അപ്രീഷിയബിൾ പ്രഷർ റേഞ്ച്. ഒരു അത്യാവശ്യം പ്രഷർ റേഞ്ചിൽ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ബോയിൽ ടെമ്പറേച്ചർ. ഇത് ഓരോ ഗ്യാസിനും ഡിഫറെൻറ്റ് വാല്യൂ. നൈട്രജൻ ആ വാല്യൂ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിൽ ടെമ്പറേച്ചർ. ഓക്കെ, അതിൻ്റെ മുകളിൽ ആ ഗ്യാസ് ഇതേപോലെ ഐഡിയൽ ബിഹേവിയർ ഒബേ ചെയ്യില്ല, താഴെ ഒബേ ചെയ്യില്ല. എപ്പോഴാണ് ഒബേ ചെയ്യുന്നത്? ബോയിൽ ടെമ്പറേച്ചർ. അതിനാണ് ബോയിൽ ടെമ്പറേച്ചർ. അതിൻ്റെ ഗ്രാഫ് നമുക്ക് ബോയിൽ ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് ഇപ്പം നൈട്രജന് വേണമെങ്കിൽ ഇവിടെ Z എടുക്കാം, ഇവിടെ P. ഇത് Z=1 ആണ്. ദെൻ ഓക്കെ, ഇതിപ്പോൾ ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ ആയിരിക്കും, ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ ഇങ്ങനെ വരുന്നത്. ഇതാണ് നമ്മൾ. ദെൻ ഇത് 40 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ദെൻ ഇനി ഇതാണ് നമ്മൾ ബോയിൽ ഏകദേശം ഇത് ഇത്രയും പ്രഷർ റേഞ്ചിൽ ഇത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എബോവ് ബോയിൽ ടെമ്പറേച്ചർ Z greater than 1 ആണ്. ബിലോ ബോയിൽ ടെമ്പറേച്ചർ അറ്റ് ഫസ്റ്റ് Z less than 1, പിന്നെ greater than 1 ആയിട്ട് മാറും. അതും കൂടി എൻട്രൻസിന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇതാണ് ബോയിൽ ടെമ്പറേച്ചർ. നെക്സ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായിരുന്നു ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ബിഹേവ്സ് ലൈക്ക് ഐഡിയൽ ഗ്യാസ് ഓർ എൻ അപ്രീഷിയബിൾ പ്രഷർ റേഞ്ച്. ഇത് നമുക്കിതിൽ എന്തായിരുന്നു ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാം. എങ്ങനെ ലിക്വിഫൈ ചെയ്യാം? പ്രഷർ കൂട്ടുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് കം ക്ലോസർ. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തെർമൽ എനർജി കുറയുകയും ചെയ്യും. അപ്പോൾ മോളിക്യൂൾസ് ആ ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ലിക്വിഫൈ ചെയ്യുക? പ്രഷർ കൂട്ടുക, പിന്നെ ടെമ്പറേച്ചർ കുറയ്ക്കുക. ഇനി ഇവിടെ ക്രിട്ടിക്കൽ, നിങ്ങൾ ആ ഗ്രാഫൊക്കെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ഒന്ന് നോക്കണം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് എ ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ 31.1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഈ 31.1 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിൽ കാർബൺ ഡൈ ഓക്സൈഡിന് എത്ര പ്രഷർ കൊടുത്താലും അതിനെ ലിക്വിഡാക്കി മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിന് താഴെ നിങ്ങൾക്ക് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതിനാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ എത്ര മിനിമം പ്രഷർ കൊടുക്കണോ അതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പ്രഷർ. ഇനി ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ക്രിട്ടിക്കൽ പ്രഷറിലും 1 മോൾ ഗ്യാസിൻ്റെ വോള്യത്തെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ വോള്യം VC. ഇതൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഓക്കെ, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്. ഇനി ഇവിടുന്ന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഐഡിയൽ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഐഡിയൽ ഗ്യാസിന് ഒരിക്കലും ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? എന്താ? ഐഡിയൽ ഗ്യാസ് മോളിക്യൂളിൻ്റെ ഇടയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ല എന്നല്ലേ പറയുന്നത്. പക്ഷെ നേച്ചറിൽ എല്ലാ ഗ്യാസിനെയും ലിക്വിഫൈ ചെയ്യാം. എന്താ കാരണം? ഒരു ഗ്യാസും എന്തല്ല? ഐഡിയൽ അല്ല. ഓക്കെ, ദെൻ ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ ലിക്വിഡ് സ്റ്റേറ്റ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ദെൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഗ്യാസ് ലോസ് പറഞ്ഞു,
ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞു, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് പറഞ്ഞു, റിയൽ ഗ്യാസ് പറഞ്ഞു, ഡീവിയേഷന് കാരണം എന്താണെന്ന് പറഞ്ഞു, വാണ്ടർവാൾസ് ഇക്വേഷൻ പറഞ്ഞു, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് പറഞ്ഞു. നന്നായിട്ട് നോക്കുക ഈ ടോപ്പിക്കുകളൊക്കെ. വളരെ പെട്ടെന്നാണത് പറഞ്ഞു പോയത്. ഇനി അടുത്ത പാർട്ട് നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ ലിക്വിഡ് സ്റ്റേറ്റ് കൂടി പറയാം. എന്താ ലിക്വിഡ് സ്റ്റേറ്റിൽ എന്തൊക്കെ? ഇവാപ്പറേഷൻ. എന്താ ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മുകളിലേക്ക് വേപ്പറായിട്ട് മാറും. ദെൻ സ്പോണ്ടേനിയസ് കൺവേർഷൻ ഓഫ് ലിക്വിഡ് into vapor, that is called then evaporation. ഈ ഇവാപ്പറേഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ അതേപോലെ ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും ഇവാപ്പറേഷൻ. രണ്ടാമത്തെ വേപ്പർ പ്രഷർ. എന്താ ഈ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു അടച്ചിട്ട പാത്രത്തിൽ ദെൻ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വേപ്പറായിട്ട് പോകില്ല. അവിടെ വേപ്പേഴ്സ് ഒരു ഇക്വിലിബ്രിയത്തിലെത്തും ഈ ലിക്വിഡിനായിട്ട്. ആ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഈ വേപ്പർ ആ ലിക്വിഡിൻ്റെ മുകളിൽ കൊടുക്കുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ഇൻക്രീസസ്. ഇനി എന്താ ബോയിലിംഗ് പോയിന്റ്? നിങ്ങളെ പുസ്തകത്തിൽ ഗ്രാഫൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വേപ്പർ പ്രഷർ, ഇവിടെ ടെമ്പറേച്ചർ, ഇത് 1 atmospheric പ്രഷർ. നമ്മൾ ഈ ടെമ്പറേച്ചറിൽ ഇവിടെ വേപ്പർ പ്രഷർ ഇത്രയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ദെൻ ഓക്കെ വേപ്പർ പ്രഷർ കൂടി ഇവിടെ എത്തുമ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷർ ഈക്വലായി മാറും. ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇനി നോർമൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അതായത് 1 atmospheric പ്രഷറിലുള്ള ബോയിലിംഗ് പോയിന്റ് നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്നും ദെൻ 1 bar പ്രഷറിലുള്ള ബോയിലിംഗ് പോയിന്റ് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത്. 1 ബാറിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ്. ഇനി ഈ നോർമൽ ബോയിലിംഗ് പോയിന്റ് ഇപ്പോൾ നമ്മൾ അതിപ്പോൾ നമുക്കിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇത് 1 atmosphereലാണ്, ഇത് നോർമൽ ബോയിലിംഗ് പോയിന്റ്. ശരിക്കും 1 bar എന്ന് പറഞ്ഞാൽ 0.987 atmosphere അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്ര അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഇതിനേക്കാളും കുറവായിരിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ 1 atmospheric പ്രഷറിലുള്ളത് നോർമൽ ബോയിലിംഗ് പോയിന്റ്. ഈ 1 bar പ്രഷർ എന്ന് പറഞ്ഞാൽ 0.987 atmosphere ആണ്. 987 കേട്ടോ, 987 atmosphere ആണ്. അപ്പോൾ ഇതിനേക്കാളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് എപ്പോഴും നോർമൽ ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവായിരിക്കും. അതാണ് ഇവിടെ എഴുതിയത്. നോർമൽ ബോയിലിംഗ് പോയിന്റ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ്. ദെൻ ഇനി ഇതിൻ്റെ താഴെയുള്ള ഒരു കാര്യം കൂടിയുണ്ട്, നോക്കൂ. ദെൻ റീസൺ 1 atmospheric പ്രഷർ ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 bar പ്രഷർ. പ്രശ്നമൊന്നുമില്ലല്ലോ അതിൽ. ഓക്കെ, ദെൻ ഇവിടുന്ന് വാട്ടറിന് നോർമൽ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് 99.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി അടുത്തത് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ, മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെ ദെൻ അറ്റ്മോസ്ഫറിക് പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ മലയുടെ മുകളിലേക്കൊക്കെ പോകുമ്പോൾ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് ആവുന്നതിന് മുമ്പ് ബോയിൽ ചെയ്യും. ഓക്കെ, അറ്റ്മോസ്ഫറിക് പ്രഷർ ലോ ആണ്, അപ്പോൾ പെട്ടെന്ന് ബോയിൽ ചെയ്യും. ഇനി ദിസ് മീൻസ് ദാറ്റ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ക്യാൻ ബി വാരിഡ് ബൈ ചേഞ്ചിങ് പ്രഷർ ഓവർ ദ ലിക്വിഡ്. അപ്പോൾ പ്രഷർ കൂട്ടിയാലോ? പ്രഷർ കൂട്ടിയാൽ ബോയിലിംഗ് പോയിന്റ് കൂട്ടാനും പറ്റും. ഓക്കെ, പ്രഷർ കുക്കറിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ. ദെൻ ഇനി അതേപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റാണ്, ഒരു ക്ലോസ്ഡ് വെസലിൽ ബോയിലിംഗ് ഇല്ല. ബോയിലിംഗ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻസൈഡ് എ ക്ലോസ്ഡ് വെസൽ എന്നാണ് പറയുക. നിങ്ങൾ NCERT ഒരു സെൻറ്റൻസ് ഉണ്ട്, നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കോണം. അതും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഇതേപോലെ അടുത്താണ് സർഫസ് ടെൻഷൻ. എന്താ സർഫസ് ടെൻഷൻ എന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ സർഫസിലുള്ളൊരു മോളിക്യൂളിന് താഴേക്കൊരു ഡൗൺവേർഡ് പുള്ളുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിൽ എല്ലാ ഭാഗത്തും കൂടി അട്രാക്ഷൻ വന്നിട്ട് നെറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. എന്താണ് സർഫസ് ടെൻഷൻ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഡ്രോൺ ഓൺ ദി സർഫസ് ഓഫ് ദി ലിക്വിഡ്. ഈ സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്താ? Newton per meter. As a result of surface tension, liquids tends to minimize their surface area. സർഫസ് ഏരിയ കുറക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്പ് സ്ഫെറിക്കൽ ആയത്. നമ്മൾ പഠിക്കുന്നതാണ്. ഇതുകൊണ്ട് അതേപോലെ കാപ്പിലറി റൈസിനും കാരണം സർഫസ് ടെൻഷനാണ്. ഫയർ പോളിഷിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഗ്ലാസ് റോഡുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് തട്ടിക്കഴിഞ്ഞാൽ മുറിവാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ആ ഷാർപ്പ് എഡ്ജ് അത് റൗണ്ടഡ് ഷേപ്പിലേക്ക് മാറും, സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് മാറും. അതിനെ നമ്മൾ ഫയർ പോളിഷിംഗ്. ഇതൊക്കെ സർഫസ് ടെൻഷൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന, സർഫസ് ടെൻഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തിനൊക്കെയാണ് സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ കൂടും. അതേപോലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും, അപ്പോൾ സർഫസ് ടെൻഷൻ കുറയും. ഓക്കെ, ദെൻ ഇനി ഇതേപോലെ
വിസ്കോസിറ്റി. എന്താ വിസ്കോസിറ്റി നമ്മൾ പറയുന്നത്? റെസിസ്റ്റൻസ് ടു ഫ്ലോ മെഷർ ചെയ്യാനാണ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുതലാണെങ്കിൽ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. ഗ്രേറ്റർ ദി വിസ്കോസിറ്റി മോർ സ്ലോലി ദ ലിക്വിഡ് ഫ്ലോസ്. ഈ ലാമിനാർ ഫ്ലോ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട്. എഫ് ഡയറക്ട്ലി രണ്ട് ലെയറുകൾക്കിടക്കുള്ള ഒരു ലെയർ വേറെ ലെയറിൻ്റെ മുകളിൽ ഒഴുകണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട് ആൻഡ് ഡി യു ബൈ ഡി സെറ്റ്, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഈറ്റ, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. വിസ്കോസിറ്റി കോഎഫിഷ്യൻറ്റ്, ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് യൂണിറ്റ് ആൻഡ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് വിസ്കോസിറ്റി ആണ്. ദെൻ ഓക്കെ, അതിൻ്റെ യൂണിറ്റ് CGS യൂണിറ്റ് പോയ്സ് ആണ്. 1 പോയ്സ് ഈക്വൽ ടു 1 gram സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. നമ്മൾ ഗ്ലാസ്സിന് സാധാരണ കൺസിഡർ ചെയ്യുന്ന ഒരു സ്യൂഡോ സോളിഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഗ്ലാസ് ഇതിനൊക്കെ കുറേ ആൻഷ്യൻ സിവിലൈസേഷനിലെ ഒരുപാട് മുമ്പുള്ള ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ മോൾ ഭാഗത്ത് തിക്നെസ് കുറച്ച് കുറയും, താഴെ തിക്നെസ് കുറച്ച് കൂടും. കാരണം ഗ്ലാസ് ഒരു സൂപ്പർ കൂൾഡ് ഹൈലി വിസ്കസ് ലിക്വിഡാണ്. അപ്പോൾ താഴേക്ക് മെല്ലെ മെല്ലെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഇത്രയും നമ്മൾ ടോപ്പിക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഒരു ഹാഫ് ആൻ അവർ കൊണ്ടാണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾ നന്നായിട്ട് ഇതിലൂടെ പോകണം. കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ട്. നമ്മളെ മനസ്സിലുള്ള പെട്ടെന്ന് ഒരു തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓടിച്ച് തിയറി എടുത്താണ്. നിങ്ങൾ ഇതൊന്നും കൂടി കേൾക്കുക, ക്ഷമാപൂർവ്വം കേൾക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇയറിൻ്റെ തിയറി ടോപ്പിക് കൂടി ഒന്നുകൂടി നോക്കുക. അടുത്തൊരു മൊഡ്യൂളിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.